Hi all, welcome to another lecture of Engineering Thermodynamics, and in today's class we will be dealing with few numerical problems on gas mixtures. So without any delay we will be directly dealing with the questions. So here is our first question. A mixture of ideal gases consists of 3 kg of nitrogen and 5 kg of carbon dioxide at a pressure of 300 kilopascal and a temperature of 20 degrees Celsius. Find mole fraction of each constituent, equivalent molecular weight of the mixture, the equivalent gas constant of the mixture, the partial pressure and the partial volume. So hope you guys have gone through the first question. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി വെക്കാം. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഐഡിയൽ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടു. എന്താണ് ഒന്ന് നൈട്രജൻ ആണ്, മറ്റേതൊന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിൽ തന്നിട്ടുള്ളത് അതിൻ്റെ മാസ്സാണ് ആദ്യം തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് വി വിൽ ടേക്ക് ഡൗൺ മാസ് ഓഫ് നൈട്രജൻ. Mass of nitrogen, that is 3 kilograms, as well as mass of CO2, carbon dioxide in the mass തന്നിട്ടുണ്ട്, it is 5 kilogram അല്ലേ. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് തന്നത് പ്രഷറാണ്. പ്രഷർ it is given as 300 kilopascal. Then they have given the temperature is 20 degrees Celsius. 20 degrees Celsius, that is 293 Kelvin. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് അവർ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഓരോന്ന്, അതായത് മോൾ ഫ്രാക്ഷൻ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ കാണാം. മോൾ ഫ്രാക്ഷൻ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് നൈട്രജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണും. അപ്പോഴല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്വൻ്റ് ചോദിച്ചിട്ടുണ്ട്. സോ ഐ നീഡ് ടു ഫൈൻഡ് ദി മോൾ ഫ്രാക്ഷൻ, സേ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് CO2. എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെയല്ലേ? അതായത് ടോട്ടൽ മോൾസിൽ എത്ര മോൾസാണ് നൈട്രജൻ്റെ, അതാണ് മോൾ ഫ്രാക്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ് ഈസ് ഈക്വൽ ടു ith ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ith ഗ്യാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മോൾ ഫ്രാക്ഷനിൽ. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. M is equal to N divided by mu. Mass of a particular constituent is equal to N equal to M by mu. N equal to M divided by mu. Number of moles of a constituent is equal to mass of that constituent divided by molecular weight. അത് molecular weight ക്യാപിറ്റൽ M അല്ലെങ്കിൽ mu ഉപയോഗിക്കാം. പൊതുവേ നമ്മൾ പലയിടത്തും ക്യാപിറ്റൽ M മോളാർ മാസോ അല്ലെങ്കിൽ മോളാർ വോളിയത്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. സോ നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവരുത്. ആ ഇക്വേഷൻസ് നന്നായിട്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ നമുക്ക് അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടണ ഇക്വേഷൻ ഇതാണ്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടാനോ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ലെറ്റ് ദിസ് ബി mu. എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, മോളിക്കുലാർ മാസ് ബൈ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എനിക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കിട്ടും, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് n എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും അഡീഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? സോ നൗ വി വിൽ സീ വാട്ട് ഈസ് ദി മോൾ ഫ്രാക്ഷൻ. സോ ഐ ക്യാൻ സേ മോൾ ഫ്രാക്ഷൻ ഓഫ്, സോ ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഇരുന്നു, മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ എഴുതാം? നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ദിസ് പ്ലസ് ദിസ്, ദാറ്റ് ഈസ് മാസ് ഓഫ് നൈട്രജൻ ബൈ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ
പ്ലസ് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒരൊറ്റ ഇക്വേഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഒറ്റ ഇക്വേഷനിൽ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഇട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ XN2. മാസ് ഓഫ് നൈട്രജൻ്റെ മാസ് എത്ര നമുക്ക് തന്നിട്ടുള്ളത്? 3 കിലോഗ്രാം ആണ് അല്ലേ. സോ മാസ് ഓഫ് നൈട്രജൻ ഈസ് 3. സോ ഇറ്റ് ഈസ് Mn2ക്ക് പകരം 3 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ്റെ 14 2 times 28. അത് നമുക്കറിയണം. ഡിവൈഡഡ് ബൈ അഗെയിൻ സെയിം വാല്യൂ തന്നെയാണ് Mn2/μN2, ദാറ്റ് ഈസ് 3 divided by 28 തന്നെ, പ്ലസ് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് 5 കിലോഗ്രാം. സോ 5 divided by കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് 16 into 2 32 plus 12 ദാറ്റ് ഈസ് 44. ക്ലിയർ? അപ്പോൾ എനിക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ കിട്ടും. എല്ലാ വാല്യൂസും അറിയാം. ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ കാൽക്കുലേറ്റർ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ യു ഗെറ്റ് ഈസ് 0.485. Similarly മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ്, അപ്പോൾ എന്ത് വരും? മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ mass of nitrogen divided by molecular mass of nitrogen plus mass of carbon dioxide by molecular mass of carbon dioxide. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഞാൻ ഒരൊറ്റ ഇക്വേഷനിൽ തന്നെ ഇതൊക്കെ പാടെ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. സോ ഈ ടേം മുകൾക്ക് വരും. സോ 5/44 divided by 3/28 plus 5/44. സോ കാൽക്കുലേറ്റർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ ഐ ഗെറ്റ് ഈസ് 0.515. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മോൾ ഫ്രാക്ഷൻ I have found the mole fraction of both nitrogen as well as carbon dioxide. ഇനി നമ്മളോട് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഈക്വലൻ്റ് മോളിക്കുലാർ വെയിറ്റ് ആണ്. അഥവാ 3 കിലോ നൈട്രജനും അതുപോലെ 5 കിലോ കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്തൊരു മിക്സ്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മോളിക്കുലാർ വെയിറ്റിൻ്റെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മിക്സ്ചറിൻ്റെ മോളിക്കുലാർ വെയിറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്? പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് ഗ്യാസ് ഇൻറ്റു molecular weight of first gas plus mole fraction of second gas into molecular weight of second gas plus etc. അങ്ങനെ നമ്മളൊരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഇവിടെ 2 ഗ്യാസേ ഉള്ളൂ, അപ്പോൾ എറ്റ്സെട്ര വേണ്ട, ഇത്രയും മതി. അപ്പോൾ ഫസ്റ്റ് ഗ്യാസ് ഏതാ? നമ്മളിപ്പോൾ നൈട്രജൻ എടുത്ത് വിചാരിക്കുക. നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണ് നമ്മൾ കണ്ടത്? നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടത് 0.485 ആണ്. ഇൻറ്റു നൈട്രജൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് 28 പ്ലസ് അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണ്? 0.515. ഓക്കെ, ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 44. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വാല്യൂ വിൽ ബി 36.2 ആൻഡ് മോളിക്കുലാർ വെയിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് തെറ്റത് ദിസ് മച്ച് കിലോഗ്രാം ഇൻ 1 കിലോഗ്രാം മോൾ. 1 കിലോഗ്രാം മോളിൽ ഇത്രയും കിട്ടും. ഇതാണ് ആ മിക്സ്ചറിൻ്റെ മോളിക്കുലാർ വെയിറ്റ്. ഏത് മിക്സ്ചർ? കാർബൺ ഡൈ ഓക്സൈഡ് 5 കിലോ വേണം, നൈട്രജൻ 3 കിലോ വേണം, 300 കിലോ പാസ്കൽ പ്രഷറും ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസും അല്ലേ. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനായ മോളിക്കുലാർ വെയിറ്റിൻ്റെയും ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ അവർ ചോദിച്ചത് ഇക്വലൻ്റ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മിക്സ്ചർ. ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മിക്സ്ചറിൻ്റെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കാണാനാണ് അടുത്ത ചോദിച്ചത്. അതിനും നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നു. M1R1 പ്ലസ് M2R2 പ്ലസ് എറ്റ്സെട്ര ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇത് നമ്മൾ ഇക്വലൻ്റ് ഗ്യാസ് മിക്സ്ചറിൻ്റെ ഇക്വലൻ്റ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 ഗ്യാസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര വരച്ചിട്ട് നിർത്തിയാൽ മതി. M1R1 പ്ലസ് M2R2 ഡിവൈഡഡ് ബൈ M1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്യാസിൻ്റെ മാസ്, R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ്
കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇത് സെക്കൻഡ് ഗ്യാസിൻ്റെ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ല. R1 R2 എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ല. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ദ വാല്യൂ ഈസ് 8.314 കിലോ ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ എന്നാണ്. പക്ഷേ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ആ വാല്യൂ ആറിൻ്റെത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഈ R വാല്യൂ കണ്ടൂടെ. ഒരു ഗ്യാസിൻ്റെ R വാല്യൂ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ R ഓഫ് സേ നൈട്രജൻ ഐ എം ഫൈൻഡിങ്. R ഓഫ് നൈട്രജൻ കാണുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ 8.314 ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ് ഓഫ് നൈട്രജൻ 28. R ഓഫ് CO2 കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻ 8.314 ഡിവൈഡഡ് ബൈ 44. അപ്പോൾ 8.314 divided by 28 you get approximately around 0.2969 എന്ന് നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും. ആൻഡ് 8.314 divided by 44 will give you 0.1889. ക്ലിയർ? ഇത് മനസ്സിലായല്ലോ. R = RU by molecular weight. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 44 ആണ്, നൈട്രജൻ്റെ 28 ആണ്. അപ്പോൾ എനിക്ക് ഇതിലേതെങ്കിലും, ഇപ്പോൾ ഞാൻ 1 എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 2 നൈട്രജൻ എടുക്കുക. ഇനി 1 നമ്മൾ നൈട്രജൻ എടുത്താൽ 2 കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക. അത് ഇവിടെ മുകളിൽ ഉപയോഗിച്ച് ഇവിടെ നൈട്രജനും ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ട് 1 എപ്പോഴും അതിനെടുക്കണം എന്നില്ല. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കിയാൽ മതി. സോ RM = M1R1. ഓക്കെ, അപ്പോൾ ഞാൻ നൈട്രജൻ തുടങ്ങി വിചാരിച്ചു. നൈട്രജൻ്റെ മാസ് എത്രയാണ്? 3 കിലോഗ്രാം ആണ്. അപ്പോൾ M1 is the mass into R1 of nitrogen is 0.2969. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ഗ്യാസിൻ്റെത് M2 that is 5 kilograms into R2 that is 0.1889 divided by ടോട്ടൽ മാസ്. എത്ര മാസ്? 5ഉം 3ഉം അല്ലേ. 3 കിലോ നൈട്രജനും 5 കിലോ കാർബൺ ഡൈ ഓക്സൈഡും. സോ ദാറ്റ് ഈസ് ടോട്ടലി 8. അപ്പോൾ ഞാനിത് കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് മൈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഫോർ ദിസ് മിക്സ്ചർ വിൽ ബി 0.229 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സലല്ല. യൂണിവേഴ്സലാകുമ്പോൾ മോളും കൂടെ വരും, പെർ മോൾ വരും. ഇതിന് അതുണ്ടാവില്ല. സോ ഈ ഒരു മിക്സ്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 0.229 ആണ്. അതെങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് യു ഷുഡ് ഗെറ്റ് പ്രാക്ടീസ്ഡ് വിത്ത് ദീസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദെൻ ദേ ഹാവ് ആസ്ഡ് ഓക്കെ പാർഷ്യൽ പ്രഷർ ആൻഡ് പാർഷ്യൽ വോളിയം. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ലോസിൽ ഉള്ളതാണ്. പാർഷ്യൽ പ്രഷർ ആൻഡ് പാർഷ്യൽ വോളിയം. പാർഷ്യൽ പ്രഷർ ആൻഡ് പാർഷ്യൽ വോളിയം ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്വൻറ്റ്. അതായത് നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷറും പാർഷ്യൽ വോളിയം കാണണം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷറും പാർഷ്യൽ വോളിയം കാണണം. അപ്പോൾ പാർഷ്യൽ പ്രഷർ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ith ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ അല്ലേ. മോൾ ഫ്രാക്ഷൻ ഓഫ് ith ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ. അപ്പോൾ നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടാൻ നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടാൻ മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു ടോട്ടൽ പ്രഷർ. അപ്പം നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ എത്ര നമുക്ക് കിട്ടിയിരുന്നത്? നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടിയിരുന്നത് 0.485 ആണ്. ഇൻറ്റു പ്രഷർ എത്രയായിരുന്നു? 300 കിലോ പാസ്കലാണ് പ്രഷർ. അപ്പോൾ 300 കിലോ പാസ്കൽ കീപ്പ് ചെയ്താൽ അപ്പോൾ ഫൈനൽ ആൻസറിൻ്റെ യൂണിറ്റും പ്രഷർ ആയതുകൊണ്ട് എന്താ കിലോ പാസ്കൽ എന്നാക്കാം. സോ വേറെ കൺവേർഷൻ ഒന്നും വേണ്ട, 300 തന്നെ. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 ഇറ്റ് വാസ് അറൗണ്ട് 0.515 ഇൻറ്റു 300. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് റെസ്പെക്റ്റീവ്ലി ആസ് 145.5 കിലോ പാസ്കൽ. എന്താ കിലോ പാസ്കൽ എന്ന് പറയാൻ കാരണം? 300ൻ്റെ യൂണിറ്റ് കിലോ പാസ്കലായിരുന്നു, പ്രഷർ തന്നെയാണല്ലോ. സോ ദർ ഈസ് നോ ഡൗട്ട്. ആൻഡ് സിമിലർലി 0.515ൻ്റെ ഇൻറ്റു 300 എന്ന് പറയുമ്പോൾ 51.5 ഇൻറ്റു 3 ഇറ്റ് ഈസ് 0.5154 കിലോ പാസ്കൽ. ഓക്കെ, അപ്പോൾ എനിക്ക് പാർഷ്യൽ പ്രഷർ കിട്ടിയില്ലേ? പാർഷ്യൽ പ്രഷർ കിട്ടി. ഇനി എനിക്ക് എന്ത് കാണണം? പാർഷ്യൽ വോളിയം കാണണം. ഇവിടെ പാർഷ്യൽ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ PV = MRT എന്ന ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരം വോളിയത്തിൻ്റെ ഇക്വേഷൻ, പാർഷ്യൽ വോളിയത്തിൻ്റെ ഇക്വേഷൻ ith കോൺസ്റ്റൻ്റ് ഇക്വേഷൻ കിട്ടാൻ മാസ് ഓഫ് ith ഗ്യാസിൻ്റെ മാസ് ഇൻറ്റു R ഓഫ് ith
ith ഗ്യാസിൻ്റെ R ഇൻറ്റു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഡിവൈഡഡ് ബൈ P പ്രഷർ. ഇപ്പോൾ എനിക്കിപ്പോൾ നൈട്രജൻ്റെ പ്രഷർ കിട്ടണമെങ്കിൽ ഇവിടെ പ്രഷർ എടുക്കേണ്ടത് നൈട്രജൻ്റെത് അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു കേസാണിത്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു പേജിലെടുക്കാം. ദിസ് ഈസ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞു. Say I need to find the partial volume of nitrogen N2 കാണണമെങ്കിൽ that is equal to mass of N2 into R of N2 into temperature divided by P. ഈ P എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷറാണ് എടുക്കേണ്ടത്. കാരണം എന്താ, ആ ടോട്ടൽ മിക്സ്ചറിൽ എത്ര വോളിയമാണ് നൈട്രജൻ എന്ന് അറിയാനാണ് ഞാൻ നോക്കുന്നത്. സോ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ അല്ല എടുക്കേണ്ടത്, സിസ്റ്റത്തിൻ്റെ ടോട്ടൽ പ്രഷറാണ്. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ടോട്ടൽ പ്രഷർ ഓഫ് ദി സിസ്റ്റം എടുക്കാൻ നിൽക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇപ്പോൾ ഇതേ ഒരു പ്രോബ്ലത്തിന് അഥവാ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടണമായിരുന്നെങ്കിൽ അവിടെ വോളിയം എടുക്കേണ്ടി വരിക ടോട്ടൽ വോളിയം ആയിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനത്തെ 2 പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ആ ഒരു ടോട്ടൽ ഗ്യാസ് മിക്സ്ചറിൻ്റെ വോളിയം കാണാനാണ്. അപ്പോൾ ആ വോളിയത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, P ആണ്. അപ്പം നൈട്രജൻ്റെ മാത്രം പ്രഷർ എടുത്തിട്ട് നോക്കിയിട്ട് കാര്യമല്ല. സോ ഐ ഹാവ് ടു ടേക്ക് ദി ടോട്ടൽ പ്രഷർ. സിമിലർ ഈസ് ദ കേസ് വിത്ത് ഞാൻ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ദ ഇക്വേഷൻ വിൽ ബി മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു R ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു ടെമ്പറേച്ചർ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് പ്രഷർ ദാറ്റ് ഓഫ് ദി ഹോൾ മിക്സ്ചർ എന്നതാണ് കാണേണ്ടത്. സോ ഐ ആം ഫൈൻഡിങ് ദി പാർഷ്യൽ വോളിയം ഓഫ് നൈട്രജൻ. അപ്പോൾ മാസ് ഓഫ് നൈട്രജൻ എത്രയാണ്, 3 ഇൻറ്റു R വാല്യൂ ഓഫ് നൈട്രജൻ നമ്മൾ ചെയ്തിരുന്നു, ഇറ്റ് ഈസ് 0.2969. ഇപ്പോൾ ഇവിടെ ചെയ്ത വാല്യൂസൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരെ ഡയറക്റ്റായിട്ട് അത് എളുപ്പത്തിൽ പറയുന്നത്. ആൻഡ് ടെമ്പറേച്ചർ ഈസ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് SI യൂണിറ്റ് ആക്കുമ്പോൾ ഇറ്റ് ഈസ് 293 കെൽവിൻ ഡിവൈഡഡ് ബൈ പ്രഷർ എത്രയാണ്, 300 കിലോ പാസ്കലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കിലോയും RMൻ്റെ കിലോ വാല്യൂയും Rൻ്റെ വാല്യൂയും കിലോ വാല്യൂ എന്ത് ചെയ്യും, അത് ക്യാൻസൽഡ് ഔട്ട് ചെയ്ത് പോവും. അപ്പോൾ നോ വറീസ്. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ കാൽക്കുലേറ്റർ യു ക്യാൻ സീ ദ നൈട്രജൻ്റെ പാർഷ്യൽ വോളിയം ഓഫ് നൈട്രജൻ ഈസ് സീൻ ടു ബി 0.87 മീറ്റർ ക്യൂബ്. ഇനി അതുപോലെ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് കാണാൻ നിൽക്കുമ്പോൾ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 5. R value of carbon dioxide was 0.1889 into temperature is 293 divided by pressure is 300. So I will get the volume of carbon dioxide as 0.923 meter cube. SI unit meter cube ആയതുകൊണ്ട്. So this is the partial volume of nitrogen and this is the partial volume of കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് ചിലപ്പോൾ ഇങ്ങനെ സ്പെഷ്യലി ചോദിക്കുന്നതിന് പകരം അവർ ചോദിക്കും വാട്ട് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് മിക്സ്ചർ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ടോട്ടലി ആഡ് ചെയ്താലും മതിയോ. അല്ലെങ്കിൽ നിങ്ങൾ മാസിൻ്റെ അവിടെ ടോട്ടൽ മാസ് എടുക്കുക, RMൻ്റെ അവിടെ ഇക്വലൻ്റ് RM എടുത്തു കഴിഞ്ഞാലും യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദി ടോട്ടൽ വോളിയം. പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ പ്രോബ്ലത്തിൽ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് അവർക്ക് ഡെൻസിറ്റി ചോദിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി എന്താണെന്നുള്ളത് ചോദിക്കാം. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ടോട്ടൽ മിക്സ്ചർ ആൻഡ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ മിക്സ്ചർ. റോ മീൻസ് ഡെൻസിറ്റി ഓഫ് ദ ടോട്ടൽ മിക്സ്ചർ. മാസ് ഓഫ് ദ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 3 കിലോഗ്രാം പ്ലസ് 5 കിലോഗ്രാം ആൻഡ് വോളിയം ടോട്ടൽ വോളിയമാണ്. അപ്പോൾ 0.87 പ്ലസ് 0.923 ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ഞാൻ അഡീഷണലി പറഞ്ഞെന്നുള്ളൂ, ഡെൻസിറ്റിയും കൂടെ ചോദിച്ചാൽ അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചോദിക്കാം, സ്പെസിഫിക് വോളിയം ചോദിക്കാം. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ 1/ρ ആണ്, 1/ഡെൻസിറ്റി ദാറ്റ് ഈസ് വോളിയം ബൈ മാസ്. അപ്പോൾ ഇത് കിട്ടിയ വാല്യൂ 1/ എന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ തന്നെ തിരിച്ച് ന്യൂമറേറ്റർ മുകളിലും ഡിനോമിനേറ്റർ താഴെ ആയി കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദി സ്പെസിഫിക് വോളിയം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം, കണ്ടുപിടിക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇതിൻ്റെ മറ്റുള്ള എക്സ്റ്റൻഷൻസും കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. So here is your second problem. ഈ പ്രോബ്ലം ഞാൻ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. It is similar to the earlier problem which we had done. So you can solve it yourself. I'll just read out the question. A mixture of ideal gases consists of 2.5 kilogram of nitrogen and 4.5 kilogram of carbon dioxide at a pressure of 4 bar and a temperature of 25 degree Celsius. Determine mole fraction of each constituent.
Second one, equivalent molecular weight of the mixture. Third one, equivalent gas constant of the mixture. Fourth one, the partial pressure and partial volumes. And the last one, the volume and density of the mixture. Here's the next problem. A tank contains 0.2 meter cube of gas mixture composed of 4 kilogram of nitrogen, 1 kilogram of oxygen and 0.5 kilogram of carbon dioxide. If the temperature is 20 degrees Celsius, determine the total pressure and molar mass of the mixture. ഹോപ്പ് യു ഹാവ് ടേക്കൺ ഡൗൺ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നേരത്തേതിൽ വോളിയം തന്നിട്ടില്ലായിരുന്നു, പകരം പ്രഷർ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പ്രഷർ കണ്ടുപിടിക്കണം, അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് മോളാർ മാസ് കാണാനും ടോട്ടൽ പ്രഷർ കാണാനുമാണ്. മറ്റുള്ള പല സാധ്യതകളും ഈ പ്രോബ്ലത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിനുള്ള ആൻസർ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യും കൂടെ നോക്കുക. സോ വിൽ ലുക്ക് ഓൺ ടു ദി പ്രോബ്ലം. നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ഒരു ടാങ്ക് ഉണ്ട്. ടാങ്കിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ആൻഡ് ആ ടാങ്കിൻ്റെ ഉള്ളിൽ ഗ്യാസ് മിക്സ്ചർ ഉണ്ട്. ഏതൊക്കെ ഗ്യാസ് മിക്സ്ചറാണ്? നൈട്രജൻ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. 4 കിലോഗ്രാം ആണ്. ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ 1 കിലോഗ്രാം ആണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് 1/2 കിലോഗ്രാം ആണ്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ, ടോട്ടൽ ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് 293 Kelvin. And they have asked us to find what is the final pressure and molar mass of the mixture. മിക്സ്ചറിൻ്റെ മോളാർ മാസ് എത്രയാണെന്ന് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിതിൽ ആദ്യം കാണാൻ പോകുന്നത് ടോട്ടൽ പ്രഷർ എത്രയാണെന്ന്. ടോട്ടൽ പ്രഷർ കിട്ടാൻ എനിക്ക് എന്ത് കിട്ടിയാൽ മതി? ബൈ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ പ്രഷർ കിട്ടും. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് CO2 വിൽ ഗീവ് മീ ദി ടോട്ടൽ പ്രഷർ, അല്ലേ? ബൈ ഫ്രം വിച്ച് ലോ? ഫ്രം ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ ഞാൻ പാർഷ്യൽ പ്രഷർ കാണാനാണ് നോക്കേണ്ടത്. അപ്പോൾ പാർഷ്യൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താ? I need to find partial pressure of nitrogen. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് ഇപ്പോൾ ഇവിടെ വരേണ്ടി വന്നു. ദാറ്റ്സ് എ ലക്ക് ഫോർ us. സോ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ PV = MRT ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ മാസ് ഓഫ് നൈട്രജൻ പ്ലസ് R ഓഫ് നൈട്രജൻ പ്ലസ് ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് നൈട്രജൻ എന്നാണോ വരിക? അല്ല, ടോട്ടൽ ആ ടാങ്കിൻ്റെ വോളിയം ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പ്രോബ്ലത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ പ്രഷർ എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രഷർ എടുക്കണം. നൈട്രജൻ്റെതായിട്ട് മാത്രമുള്ള പ്രഷർ അല്ല എടുക്കേണ്ടത്. കാരണം ആ മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷറാണ് അറിയേണ്ടത്. എന്നാലാണ് ആ നൈട്രജൻ്റെ മാത്രമുള്ള വോളിയം നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടാൻ വോളിയം എടുക്കുമ്പോൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ടുള്ള എല്ലാ വോളിയവും നമ്മളെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. വോളിയം വാല്യൂ എനിക്കറിയാം, ടെമ്പറേച്ചർ വാല്യൂ എനിക്കറിയാം, മാസ് ഓഫ് നൈട്രജൻ തന്നിട്ടുണ്ട് 4 കിലോഗ്രാം. ഐ നീഡ് ടു ഫൈൻഡ് R ഓഫ് N2. എന്നാലല്ലേ എനിക്ക് P ഓഫ് N2 കിട്ടൂ. R ഓഫ് നൈട്രജൻ എങ്ങനെയാണ് കാണുക? നമ്മൾ നേരത്തെ പറഞ്ഞു, R ഓഫ് നൈട്രജൻ കാണുക എന്ന് പറഞ്ഞാൽ RU ബൈ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ ആണ്. വാട്ട് ഈസ് RU? RU ഈസ് 8.314 കിലോ ജൂൾസ് പെർ കിലോഗ്രാം മോൾ കെൽവിൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 28. സോ ഞാൻ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ദ വാല്യൂ ഇറ്റ് ആസ് അറൗണ്ട് 296.9 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ഇത് നമ്മൾ 8.314 എടുക്കുമ്പോൾ 0.296 ഉണ്ട്. അപ്പോൾ ഞാൻ ആ കിലോ ക്യാൻസലാക്കി, കിലോൻ്റെ 10⁻³ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിലോ ജൂളിൻ്റെ യൂണിറ്റിലായിട്ടുള്ളത്, പക്ഷെ ഇവിടെ ആൻസർ ജൂളിലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സോ ഐ ഗോട്ട് ദ വാല്യൂ ഓഫ് R ഓഫ് N2. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാസ് ഓഫ് നൈട്രജൻ ഈസ് 4 കിലോഗ്രാം ഇൻറ്റു R ഓഫ് N2 ഈസ് 296.9, ടെമ്പറേച്ചർ ഈസ് 293 ഇൻറ്റു 293 ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എത്രയാണ്? 0.2 മീറ്റർ ക്യൂബ് ആണ് തന്നിട്ടുള്ളത്, 0.2. സോ ഇഫ് ഐ എം ഡൂയിങ് ഐ വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 1739834 ദിസ് മച്ച് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ.
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ബാർക്ക് ആക്കുകയാണെങ്കിൽ 5 പോയിൻറ്റ്സ് ഇങ്ങോട്ടേക്ക് ഡെസിമൽ മാറ്റുക. 1 2 3 4 5. സോ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 17.398 ബാർ. ബാർ എന്ന് പറഞ്ഞാൽ 1 ബാർ ഈസ് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ പാസ്കൽസ് എന്ന് പറയാം. സോ ദിസ് ഈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ. ഇനി ഇതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എനിക്ക് കണ്ടൂടെ? കാണാം. മാസ് ഓഫ് ഓക്സിജൻ അറിയാം, വോളിയം അറിയാം, ടെമ്പറേച്ചർ അറിയാം. ആകെ കാണേണ്ട എന്താ? ROO2. അത് ഇതുപോലെ ഞാൻ കാണണം. മോളിക്കുലാർ മാസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാ? 32. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാ? 44. അപ്പോൾ ROO2 കിട്ടും, ROCO2 കിട്ടില്ലേ? അതും കിട്ടും. അങ്ങനെ ഞാൻ ഇതേ ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് P(N2) കിട്ടും, PO2 കിട്ടും, PCO2 കിട്ടും. ക്ലിയർ ആണല്ലോ? അത് ഞാനിവിടെ ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. സോ ദാറ്റ് ഐ ക്യാൻ ഡിക്രീസ് ദ വോളിയം ഓഫ് ദിസ് വീഡിയോ. ദാറ്റ്സ് വൈ. അപ്പം നിങ്ങൾ അതേപോലെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ സി ഐ വിൽ ഗെറ്റ് PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ടു ബി 3.806 ബാർ. ആ ഭാഗം ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളത് സ്വയം ട്രൈ ഔട്ട് ചെയ്യുക. ആൻഡ് PCO2 ½ കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. അതേ മെത്തേഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 1.384 ബാർ. സോ ഫൈനൽ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ partial pressure of carbon dioxide 1.384 plus partial pressure of oxygen is 3.806 and partial pressure of nitrogen which I have got was 17.398. ഇതാണ് total pressure of that mixture and it is equal to 22.588 bar. അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായി എന്തായിരുന്നു? ഡിറ്റർമൈൻ ദി ടോട്ടൽ പ്രഷർ. ഇതാണ് മെയിൻ ആൻസർ. ഒരു മെയിൻ ആൻസറിൽ ഒന്ന്. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത് മോളാർ വോളിയമാണ്. മോളാർ വോളിയം അല്ല, മോളാർ മാസ് ഓഫ് ദ മിക്സ്ചറാണ്. ഈ മോളാർ മാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മുടെ മോളിക്കുലാർ വെയിറ്റ് തന്നെയാണ്. മോളിക്കുലാർ വെയിറ്റ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിക്കുലാർ വെയിറ്റ് കാണുന്നത് തന്നെയാണ്. അപ്പോൾ മോളാർ മാസ് ഓഫ് ഗ്യാസ് മിക്സ്ചർ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു, MI = NI × M, where NI × MI, where MI is the molar mass of ith gas, NI is the number of mole of the ith gas, then the mass of ith gas എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ അതുവഴി നമുക്ക് ടോട്ടൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ XI × MI ആണ്. അതായത് ഇൻ ദ സെൻസ് സിഗ്മ I = 1 to N വരെ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് X1 M1 + X2 M2 + X3 M3 + എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മോളാർ മാസ് അഥവാ മോളിക്കുലാർ വെയിറ്റ് കാണുന്നത്. ഇങ്ങനെയും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്കത് കാണുകയും ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് നോർമലി അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലാർ വെയിറ്റ്. അപ്പോൾ ഐ ക്യാൻ സേ മോളിക്കുലാർ വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് അല്ലേ? അതായത് എനിക്ക് മിക്സ്ചറിൻ്റെ മോളിക്കുലാർ വെയിറ്റ് അഥവാ മോളാർ മാസ് അറിയണമെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് ദാറ്റ് മിക്സ്ചർ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് മിക്സ്ചർ. ഇങ്ങനെയും പറ്റും. മിക്സ്ചറിൻ്റെ മാസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 4 കിലോഗ്രാം നൈട്രജൻ പ്ലസ് 1 കിലോഗ്രാം ഓക്സിജൻ പ്ലസ് ½ കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് മിക്സ്ചർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2. ഇങ്ങനെയാണ് വരിക. പക്ഷേ ഈ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? അടിയത്തെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? എനിക്ക് കണ്ടുപിടിക്കണം. അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാൻ എന്താ? നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എന്താ? മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് നൈട്രജൻ. അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് CO2 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് CO2. ഓരോന്ന് നോക്കാം. മാസ് ഓഫ് നൈട്രജൻ എത്ര കിലോ ആയിരുന്നു? 4 കിലോ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞത് 28 ആണ്. മാസ് ഓഫ് ഓക്സിജൻ 1 കിലോഗ്രാം ആണ്. മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 32.
and that of CO2. CO2 അര കിലോഗ്രാം ആണുള്ളത് ആൻഡ് മോളിക്കുലർ വെയിറ്റ് ഓഫ് CO2 ഈസ് 44. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ യു ഗെറ്റ് ഈസ് 0.1428. This one value is 0.03125 and this value will be 0.01136. ഇതിൻ്റെ യൂണിറ്റ് നമ്പർ ഓഫ് മോൾസ് ആണ്. സോ ദാറ്റ് മച്ച് കിലോ മോൾസ്. കാരണം എന്താ, ഇവിടെ കിലോഗ്രാം ആണ്. ഇവിടെ വെറും 4 ഗ്രാം ആയിരുന്നുണ്ടെങ്കിൽ ഹിയർ ഇറ്റ് വിൽ ബി ഗ്രാം മോൾസ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കിലോഗ്രാം. സോ ദീസ് ആർ കിലോ മോൾസ് ആൻഡ് ദിസ് ഈസ് കിലോ മോൾസ്. യൂണിറ്റ് വളരെയധികം നിർബന്ധമാണ് തെർമോഡൈനാമിക്സിൽ. ഈ ഒരു മോഡ്യൂൾ എന്നല്ല, ഏതൊരു മോഡ്യൂളത്തെ പ്രോബ്ലംസ് നോക്കിയാലും യൂണിറ്റ്സ് കറക്റ്റ് ഇട്ട് വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഡെഫിനറ്റ്ലി റെഡ്യൂസ് ചെയ്യും. സോ അപ്പോൾ എനിക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. അപ്പോൾ ന്യൂമറേറ്ററായി ഡിനോമിനേറ്ററുമായി. വോണ്ട് ഐ ഗെറ്റ് ദി നമ്പർ ഓഫ് മോൾസ്, അല്ലെങ്കിൽ മോളാർ മാസ് എനിക്ക് കിട്ടില്ലേ? എനിക്ക് മോളാർ മാസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് മോളാർ മാസ് കിട്ടാൻ ഈ രണ്ട് ഇത് ഡിവിഷൻ ചെയ്താൽ മതി, റൈറ്റ്? സോ ഐ ക്യാൻ ഫൈൻഡ് മോളാർ മാസ് μm, അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് തന്നെയാണ് മോളിക്കുലാർ വെയിറ്റിൻ്റെ മോളാർ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് μm ഈസ് ഈക്വൽ ടു I can say total 4 plus 1 plus 0.5 എന്ന് പറഞ്ഞാൽ 5.5 അല്ലേ? So I can say it is 5.5 divided by the sum of these values. All these values if you are summing you will get 0.1854 kilomoles. Stop. ഇത് മൂന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.184 kilomole ആണ്, 1854. So 0.1854, this much kilomole. This is in kilogram and this is in kilomole. So the final answer will be 29.6 kilogram per kilomole. ഇതാണ് ആ മിക്സ്ചറിൻ്റെ എന്ത് മോളാർ മാസ് അഥവാ മോളിക്കുലാർ വെയിറ്റ്. നമ്മളോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് ഒന്ന് പ്രഷറാണ്, പിന്നെ മോളിക്കുലാർ വെയിറ്റ് ആണ്. അത് രണ്ടും മോളാർ മാസുമാണ്. അത് രണ്ടും നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് കാണിക്കണം. ഇതുപോലെ ഞാൻ കാണിച്ച പോലെ ഇങ്ങനെ പ്ലസ് ഇട്ട് ഇവിടെ സൈഡ് കാണിക്കരുത്, നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ കാണിക്കണം. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈസ്, അപ്പോൾ NM എന്നുള്ള ചിഹ്നം കാണിക്കുക, എന്നിട്ട് ഇത് 3 ആഡ് ചെയ്യുക, എന്നിട്ട് കാണിക്കുക. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് ഇൻ ദിസ് ഇക്വേഷൻ. ഇതിന് വല്ല ഇക്വേഷൻ നമ്പർ 1 എന്നോ ഒക്കെ സാന്ദർഭികമായിട്ട് ഏത് നമ്പറാണ് ഇക്വേഷൻ വരുന്നത്, ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് ഇൻ ഇക്വേഷൻ നമ്പർ സോ ആൻഡ് സോ, എന്നിട്ട് നിങ്ങൾ കാണിക്കുക അത് എങ്ങനെ വരുന്നത്. ദെൻ ദ ഫൈനൽ ആൻസർ ഈസ്. സോ എന്നിട്ട് വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടെ ചെയ്താൽ, സോ ദ ടോട്ടൽ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് ദ ഗിവൺ മിക്സ്ചർ ഈസ് ദിസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആൻസർ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിച്ചാൽ അത് കുറച്ചും കൂടെ നന്നായിരിക്കും. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി സെക്കൻഡ് പ്രോബ്ലം. not second problem, obviously it is third problem, but which we have solved is the second problem. Here's the next problem. A closed rigid cylinder is divided by a diaphragm into 2 equal compartments, each of volume 0.1 meter cube. Each compartment contains air at a temperature of 20 degrees Celsius. The pressure in one compartment is 2.5 megapascal and in the other compartment is 1 megapascal. The diaphragm is ruptured so that the air in both the compartments mixes to bring the pressure to a uniform value throughout the cylinder, which is insulated. Find the net change of entropy for the mixing process. Hope you have taken down this problem, and this is pretty an interesting problem. ചിലപ്പോൾ നമുക്ക് ഈ മിക്സിങ്ങിൻ്റെ ഒക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം, അപ്പോൾ നമ്മളൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. ഒരു റിജിഡ് സിലിണ്ടറാണ്, ഒരു റിജിഡ് സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടർ ഇൻസുലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇൻസുലേറ്റഡ് ഇൻ ദ സെൻസ് പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഹീറ്റ് സെയിം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ചേമ്പേഴ്സ്. 2 ചേമ്പർ, ലെറ്റ് us say for example let this chamber be A and this chamber be B. ഓക്കെ, ഈ 2 ചേമ്പറിൻ്റെയും വോളിയം എന്താണ്, സെയിം ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ വോളിയം 0.1 മീറ്റർ ക്യൂബാണ്, ഇതിൻ്റെതും 0.1 മീറ്റർ ക്യൂബാണ്. ഓരോ ചേമ്പറിലും എന്തുണ്ട്, എയർ ഉണ്ട്. രണ്ടിലും എയറിൻ്റെ ടെമ്പറേച്ചർ എന്താ, 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു കമ്പാർട്ട്മെൻറ്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ 2.5 മെഗാ പാസ്കലാണ്, മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ 1 മെഗാ പാസ്കലാണ്.
അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്, ഈ പാർട്ടീഷൻ റപ്ചർ ചെയ്തു അഥവാ റിമൂവ് ചെയ്തു, പൊട്ടിപ്പോയി എന്നുള്ള മീനിങ്ങിൽ. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഈ എയർ എ കമ്പാർട്ട്മെൻറ്റുള്ളതും എയർ ബി കമ്പാർട്ട്മെൻറ്റുള്ളതും കൂടെ മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ട്, അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പ്രഷറിലേക്ക് എത്തും അല്ലേ. ടെമ്പറേച്ചർ രണ്ടും 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ യൂണിഫോം വാല്യൂയിലേക്ക് പ്രഷർ മാറും. അങ്ങനെ പ്രഷർ മാറുന്ന നേരത്തുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് എത്രയാണ് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് പൊതുവേ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് മൊഡ്യൂൾ 1-ലാണ് പൊതുവേ കാണാറുള്ളത്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഇടയിലും ഈ ഒരു ഗ്യാസ് മിക്സ്ചേഴ്സിൻ്റെ ഇടയിൽ ഇതും ഒരു സെപ്പറേറ്റ് ഗ്യാസ് മിക്സിങ് അല്ലെങ്കിലും സെയിം ഗ്യാസ് തന്നെ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അതും നമ്മളൊന്ന് ഇവിടെ നമുക്ക് ഡീൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താ, ഇതെന്ത് പ്രോസസ്സാണ്, ആദ്യം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല പുറത്തേക്ക് അല്ലേ, ഇൻസുലേറ്റഡ് ആണ്. ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. വോളിയമോ, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ നമ്മളിതിനെ കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്സ് എന്ന് പറയുമോ, ഇല്ല. കാരണം എ കമ്പാർട്ട്മെൻറ്റിലുള്ള ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോളിയം ആദ്യം എത്രയാണ്, 0.1 ആണ്. പക്ഷേ ഈ ഒരു ഡയഫ്രം റപ്ചർ ചെയ്യുന്നതോടുകൂടി മൊത്തം വോളിയം എത്രയായി, 0.2 ആയി ടോട്ടൽ വോളിയം അല്ലേ. അപ്പോൾ 0.1 വോളിയം ഉള്ളത് പിന്നെ 0.2 വോളിയമായി. സോ ദർ ഈസ് വോളിയം ചേഞ്ച്. പ്രഷർ 2.5 ആണ് ഇവിടെ പ്രഷർ 1 MPa. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ ഇൻ്റർമീഡിയറ്റ് പറഞ്ഞിട്ട് ഒന്നിൻ്റെ മുകളിലും രണ്ടിൻ്റെ താഴെയായിട്ട് ഒരു പുതിയ പ്രഷർ ഫോം ചെയ്യും. സോ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണോ, അതുമല്ല. സോ ടെമ്പറേച്ചർ എന്താ, ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് എയറിൻ്റെ ടെമ്പറേച്ചർ, ഇവിടെയും 20 ഡിഗ്രി സെൽഷ്യസ് ആണ് എയറിൻ്റെ ടെമ്പറേച്ചർ. സോ പൊട്ടിക്കഴിഞ്ഞ് മിക്സ് ചെയ്താൽ എന്തായിരിക്കും, ഫൈനൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും, അതും 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് എന്താണ് നമുക്ക് പറയാം, ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് ഓർ ഇറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർമ്മ വരണം, ഐസോതെർമൽ പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഐസോതെർമൽ പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സിലെ എൻട്രോപ്പിയുടെ ചേഞ്ചിൻ്റെ ഇക്വേഷനാണ് MR/ln ഓഫ് P1/P2. MR/ln ഓഫ് P1/P2 ഇതാണ് എൻട്രോപ്പി ചേഞ്ച്. അപ്പോൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എയുടെ കേസിലുള്ള എൻട്രോപ്പി ചേഞ്ച് എന്താണ്, ബിയുടെ കേസിലെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, അത് രണ്ടും കൂടെ സം ചെയ്താൽ എനിക്ക് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യുക. ദാറ്റ് മീൻസ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് മീൻസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് സെക്ഷൻ എ ആസ് വെൽ ആസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് സെക്ഷൻ ബി. ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ ഇട്ട് നോക്കാം. സോ ഡെൽറ്റ എസ് ഈക്വൽ ടു എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ. എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു ഇതാണ് അല്ലേ. P1 ഈസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്, P2 ഈസ് ദി ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഞാനിതിനെ P2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇടാം, ഡെൽറ്റ എസ് മീൻസ് ഐ ക്യാൻ സേ M ഓഫ് എ ഇൻറ്റു R ഓഫ് എയർ, എയർ സെയിം തന്നെയാണ്, ln ഓഫ് P ഇനീഷ്യൽ പ്രഷർ സേ P ഓഫ് എ ഡിവൈഡഡ് ബൈ P2. P2 എന്ന് പറഞ്ഞാൽ ഇത് റപ്ചർ ചെയ്തതിനു ശേഷമുള്ള ഫൈനൽ പ്രഷറാണ്. അപ്പോൾ ഫൈനൽ പ്രഷർ ഓഫ് എയും ഫൈനൽ പ്രഷർ ഓഫ് ബിയും സെയിം ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി മിക്സ്ചറിൻ്റെ ഫൈനൽ പ്രഷർ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ PM എന്നിടാം. സോ ദാറ്റ് ഈസ് മൈ ഡെൽറ്റ എസ് ഓഫ് എ പ്ലസ് ഡെൽറ്റ എസ് ഓഫ് ബി, ദാറ്റ് ഈസ് MB പ്ലസ് R. ആറിന് RAയും RB ഇല്ല, കാരണം ഒക്കെ രണ്ടും എയർ തന്നെയാണ്, എയറിൻ്റെ R കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ln ഓഫ് PB ഡിവൈഡഡ് ബൈ PM. ക്ലിയർ ആണല്ലോ. അപ്പോൾ എനിക്കിതിൽ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ, മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. R വാല്യൂ ഓഫ് എയർ അറിയണമെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, തന്നിട്ടില്ല എങ്കിൽ നമുക്ക് അറിയേണ്ട സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് R ഓഫ് എയർ. ln ഓഫ് PA ആൻഡ് PM, അതിൽ പ്രഷർ എയും പ്രഷർ ബിയും എനിക്കറിയാം. ഫൈനൽ മിക്സിങ്ങിന് ശേഷമുള്ള ഫൈനൽ പ്രഷർ എന്താണെന്നുള്ളത് ഞാനത് കണ്ടുപിടിക്കണം. അതേപോലെ മാസ് എനിക്കറിയില്ല, മാസ് കണ്ടുപിടിക്കണം. R വാല്യൂ നമുക്കറിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ മാസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുമ്പോൾ ഓരോന്നും എഴുതുക. മാസ് വോളിയം ഓഫ് എ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ബി, ദാറ്റ് ഈസ് 0.1 മീറ്റർ ക്യൂബ് ആണ്. പിന്നെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഈസ് 20 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 293 കെൽവിൻ ആണ്. ദെൻ ദേ ഹാവ് ഗിവൺ പ്രഷർ ഓഫ് എ, പ്രഷർ ഓഫ് ബി. Pressure of B is 1 megapascal, pressure of A is 2.5 megapascal. ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് കാണാം. സേ ഐ നീഡ് ടു ഫൈൻഡ് മാസ് ഓഫ് എയർ ഇൻ കമ്പാർട്ട്മെൻറ്റ് എ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പി വി ഈക്വൽ ടു എം ആർ ടി ഇക്വേഷൻ ഉപയോഗിച്ചൂടെ. പി ഓഫ് എ വി ഓഫ് എ ബൈ എം ആർ, ആർ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ അറ്റ് എ, ടെമ്പറേച്ചർ അറ്റ് എ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. സോ വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് എ, ഇറ്റ് ഈസ് 2.5 മെഗാ പാസ്കൽ ആണ്. അപ്പം ഞാനത് കിലോ പാസ്കൽ ആക്കാൻ വേണ്ടി 10⁻³ ആക്കുന്നു. മെഗാ എന്ന് പറഞ്ഞാൽ മെഗാ പാസ്കൽ, എം സ്റ്റാൻഡ്സ് ഫോർ 10 മെഗാ, ദാറ്റ് ഈസ് 10⁻⁶. അപ്പോൾ ആ 6ലെ 3 ഞാൻ എടുത്തതിനെ കിലോ പാസ്കലാക്കി. ഇൻറ്റു വോളിയം ഓഫ് എ എത്രയാണ്, 0.1 മീറ്റർ ക്യൂബ്. എ ചേംബർ മാത്രമാട്ടോ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ആ ടോട്ടൽ ചേംബറിൻ്റെ വോളിയം അല്ല ഞാൻ എടുക്കുന്നത്. ദെൻ ആർ വാല്യൂ ഓഫ് എയർ, ആർ വാല്യൂ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ 287 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ 2.5 ഇൻറ്റു 10⁻³ കിലോ പാസ്കലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആ കിലോ ഇവിടെ താഴെ ഒരു കിലോ ഉണ്ടാക്കിയാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 0.287 ആക്കുന്നു. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഇവിടെ 287 ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 10⁻³ കൂടെ വരും, ദാറ്റ് ഈസ് 10⁻⁶ ആക്കും. അപ്പോൾ ഞാൻ അവിടെ കിലോ ആക്കിയോണ്ട് ഇവിടെ 0.287 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിനിലാണ് 0.287 വരുന്നത്. ആൻഡ് ടെമ്പറേച്ചർ ഈസ് 293. മാസ് ഓഫ് എ എനിക്ക് കിട്ടൂലേ, മാസ് ഓഫ് എ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, കാൽക്കുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ, മാസ് ഓഫ് എ ആസ് 2.973 ദിസ് മച്ച് കിലോഗ്രാം. ക്ലിയർ? ഇനി മാസ് ഓഫ് ബി എടുക്കുകയാണെങ്കിലോ, മാസ് ഓഫ് ബി എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് ബി വി ഓഫ് ബി ബൈ ആർ ഇൻറ്റു ടി. സോ വാട്ട് ഈസ് പ്രഷർ ഓഫ് ബി, 1 മെഗാ പാസ്കൽ ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ 1 ഇൻറ്റു 10⁻³ വോളിയം ഈസ് 0.1 ഡിവൈഡഡ് ബൈ 0.287 ഇൻറ്റു 293. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ 1.189 kilograms. അപ്പോൾ എനിക്ക് മാസ് ഓഫ് ബിയും കിട്ടിയില്ലേ, മാസ് ഓഫ് ബിയും കിട്ടി. വിച്ച് മീൻസ് നൗ ഐ നോ മാസ് ഓഫ് എ ആർ വാല്യൂ, മാസ് ഓഫ് ബി ആർ വാല്യൂ. ഇനി പ്രഷർ എ എനിക്കറിയാം, പ്രഷർ ബിയും എനിക്കറിയാം. ഇനി പ്രഷർ മിക്സ്ചറിൻ്റെ പ്രഷറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം വാട്ട് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ മിക്സ്ചർ എന്ന് ചോദിച്ചാൽ, മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് ബി ദാറ്റ് ഈസ് 2.973 പ്ലസ് 1.189 എന്ന് പറയുമ്പോൾ 9, 10, 11, 12, 7 2 8 16, 9, 10, 11 and 2, 3, 4, 4.162 കിലോഗ്രാം ആണ് ടോട്ടൽ മാസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ ഇതോടൊപ്പം നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മൾ മാസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ, മിക്സ്ചറിൻ്റെ വോളിയമാണ്. സോ മിക്സ്ചറിൻ്റെ പ്രഷറാണ്. പ്രഷർ ഓഫ് ദ മിക്സ്ചർ ഈസ് ടു ബി നോൺ, പ്രഷർ ഓഫ് ദ മിക്സ്ചർ ഈസ് ടു ബി നോൺ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പി വി ഈക്വൽ ടു എം ആർ ടി ഇക്വേഷൻ ഉപയോഗിക്കുക. സോ പി വി പ്രഷർ ഈസ് എം ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ വോളിയം. പ്രഷർ ഓഫ് ദ മിക്സ്ചർ ഈസ് ടു ബി ഫൗണ്ട്, സോ ഐ ഹാവ് ടു കൺസിഡർ വോളിയം ഓഫ് ദ മിക്സ്ചർ ആൻഡ് മാസ് ഓഫ് ദ മിക്സ്ചർ. ഇതാണ് മാസ് ഓഫ് ദ മിക്സ്ചർ, നമ്മൾ കണ്ടത് കാര്യമായി, ആവശ്യമുള്ളതാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ മിക്സ്ചർ കിട്ടും. ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ മിക്സ്ചർ. വോളിയം ഓഫ് ദ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിക്കഴിയുമ്പോഴാണ് മിക്സ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വോളിയം എത്രയാണ്, 0.2 മീറ്റർ ക്യൂബ് വരും. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? സോ ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഓവർ ഹിയർ. മാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 4.162. ആർ വാല്യൂ ഓഫ് എയർ ഈസ് നോൺ ഫോർ എസ്, ദാറ്റ് ഈസ് 0.287 കിലോ ടേം ഉണ്ടാവും കേട്ടോ മുകളിൽ, ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് 293 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എത്ര, 0.2 മീറ്റർ ക്യൂബാണ്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് pressure of the mixture is got to be 1.75 into 10 to the power 3 കിലോ പാസ്കൽ എന്ന രീതിയിലാണ് എനിക്ക് കിട്ടുക. 0.287
kilo into 10 to the power 3 കൂടെ കൂട്ടുമ്പോൾ I can say the value is around 1.75 megapascal. ഇതാണ് മിക്സ്ചറിൻ്റെ പ്രഷർ. അപ്പോൾ എനിക്ക് ഈ പ്രഷറും കിട്ടിയില്ലേ, ഈ പ്രഷറും കിട്ടി. എനിക്ക് ഡയറക്റ്റ് ഡെൽറ്റ എസ് കണ്ടൂടെ? എനിക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഡെൽറ്റ എസ് കാണാം. സോ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദാറ്റ് ഇക്വേഷൻ. ഞാൻ ഒന്നുകൂടെ എഴുതാം. ഡെൽറ്റ എസ് is equal to delta S of A plus delta S of B. That is equal to M of A R ln P A by PM plus M of B into R ln P of B divided by P of M. ക്ലിയർ ആണല്ലോ. ഇനി മാസ് ഓഫ് എ എത്രയായിരുന്നു? നമുക്ക് എയുടെ മാസ് കിട്ടിയിരുന്നത്. എയുടെ മാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയുടെ മാസ് 2.973യും ബിയുടെ മാസ് 1.189 ആണ് അല്ലേ. സോ അത് നമുക്കിടാം. എയുടെ മാസ് 2.973 ഇൻറ്റു ആർ വാല്യൂ ഈസ് 0.287 ഇൻറ്റു ln ഓഫ് പ്രഷർ ഓഫ് എ ഈസ് എത്രയായിരുന്നു? 2.5 പാസ്കൽ അല്ലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് വാസ് 2.5 പാസ്കൽ. സോ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് 2.5 ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് ദ മിക്സ്ചർ PM എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് 1.75 പ്ലസ് M ഓഫ് ബി. മാസ് ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? മാസ് ഓഫ് ബി വാസ് 1.189 അല്ലേ. ഇറ്റ് വാസ് ഇതൊരു ഫസ്റ്റ് ടേം കേട്ടോ. പ്ലസ് അടുത്ത ടേം ഞാൻ ഇവിടെ എഴുതുക. മാസ് ഓഫ് ബി ഈസ് 1.189 ഇൻറ്റു ആർ വാല്യൂ ഈസ് 0.287 ഇൻറ്റു ln ഓഫ് പ്രഷർ ഓഫ് ബി വാസ് 1 ഡിവൈഡഡ് ബൈ PM pressure of the mixture, and pressure of the mixture was 1.75. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഫുള്ള് എനിക്ക് കിട്ടി. എല്ലാ വാല്യൂസും എനിക്കറിയാം. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ln വാല്യൂ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ എടുക്കാൻ. 2.5 തന്നത് മെഗാ പാസ്കൽ തന്നെ, അതുകൊണ്ട് 1.75 നമ്മൾ മെഗാ പാസ്കലാക്കി വെച്ചു. ക്ലിയർ? അതല്ല ക്വസ്റ്റ്യനിൽ എങ്ങാനും 2.5 കിലോ പാസ്കൽ ആയിരുന്നെങ്കിൽ നമ്മൾ 1.75 കിലോ പാസ്കൽ ടേംസിലേക്ക് ആക്കണം. സിമിലർലി ഹിയർ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് മൈ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ മിക്സ്ചർ ഈസ് ഗോട്ട് ടു ബി അറൌണ്ട് 0.2016 this much kilojoules per Kelvin. This is my final answer. Okay, hope it is clear for you. Here's the next question. A vessel of 0.35 meter cube capacity contains 0.4 kilogram of carbon monoxide and 1 kilogram of air at 20 degrees Celsius. Calculate, first one, partial pressure of each component, and second one, the total pressure in the vessel, and the gravimetric analysis of air is 23.3% oxygen and 76.7% nitrogen. This is our last question in this video, and hope you have taken down the question, and this is pretty an interesting question. പലരും ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ പ്രോബ്ലം, പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നിർത്തും. അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ? ഒന്ന്, ഒരു വെസലുണ്ട്. ആ വെസലിൻ്റെ വോളിയം ഫിക്സഡ് ആണ്. ദ വോളിയം ഈസ് 0.35 മീറ്റർ ക്യൂബ് അല്ലേ. അതിലെന്തൊക്കെയുണ്ട്? അതിലവർ പറയുന്നത് കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അതായത് കാർബൺ മോണോക്സൈഡിൻ്റെ മാസിനാണ് അവർ പറയുന്നത്. മാസ് ഓഫ് കാർബൺ മോണോക്സൈഡ് അതെത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് 0.4 കിലോഗ്രാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് മാസ് ഓഫ് എയർ. മാസ് ഓഫ് എയർ പറഞ്ഞിട്ടുള്ളത് 1 കിലോഗ്രാം. രണ്ടുമുള്ളത് എത്രയാ? ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 293 കെൽവിൻ. They have asked us to calculate partial pressure of each component അല്ലേ. ആൻഡ് സെക്കൻഡ് പാർട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലൊരു ട്വിസ്റ്റ് ഉള്ളത് മനസ്സിലാകുന്നത്. എന്താ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞത്? What is the they have asked us to calculate the total pressure in the vessel. ആ വെസലിൻ്റെ ടോട്ടൽ പ്രഷർ എത്രയാണ്? ആൻഡ് ദ ഗ്രാവിമെട്രിക് അനാലിസിസ് ഓഫ് എയർ ഈസ്. ഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ
വെയ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ്, എയറിൻ്റെ വെയ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയത് 23.3% ഓഫ് ഓക്സിജൻ ഉണ്ട് ആൻഡ് 76.7% ഓഫ് നൈട്രജൻ ഉണ്ട്. അപ്പോൾ അനാലിസിസ് ചെയ്തപ്പോൾ അതിലെന്ത് കിട്ടി? എയറിൻ്റെ ഉള്ളിലുള്ളത് ഓക്സിജനും നൈട്രജനുമാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ 6, 7, 8, 9, 10, 10, 7, 8, 9, 10, 100 കിട്ടും. അതായത് എയറിനെ തൽക്കാലം നൈട്രജനും ഓക്സിജനും മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പാർഷ്യൽ പ്രഷർ കാണാൻ പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ പാർഷ്യൽ പ്രഷർ കാണണം? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് കാണണം. പിന്നെ കാണേണ്ട എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് എയർ എന്നാണോ? അല്ല, പാർഷ്യൽ പ്രഷർ ഓഫ് എയർ തന്നെയാണ് കാണുന്നത്. പക്ഷേ എയറിൻ്റെ കോൺസ്റ്റിറ്റ്വൻസ് എന്തൊക്കെയാണ്? ഓക്സിജനും നൈട്രജനുമാണ്. സോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കാണണം, പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജനും കാണണം. ഇത് പലരും ശ്രദ്ധിക്കില്ല. എത്ര ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, എയർ ഉണ്ട് പറഞ്ഞാൽ എത്ര കോൺസ്റ്റിറ്റ്വൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 2 കോൺസ്റ്റിറ്റ്വൻസ്. ഏതൊക്കെയാ? എയറും കാർബൺ മോണോക്സൈഡും. പക്ഷെ അങ്ങനെയല്ല. എയറിനെ അനാലിസിസ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് അതിൽ ഓക്സിജനും നൈട്രജനും ഉണ്ടെന്നാണ്. അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഓക്സിജനും നൈട്രജൻ്റെയും സെപ്പറേറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ പ്രഷേഴ്സ് കാണണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ പാർഷ്യൽ പ്രഷർ കാണാൻ നമുക്ക് ഗ്രാവിമെട്രിക് അനാലിസിസ് വഴി ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് കിട്ടി. 23.5% ഓക്സിജൻ്റെ വെയ്റ്റും അതേപോലെ 76.7% ആണ് നൈട്രജൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞു അല്ലേ. സോ ഐ ക്യാൻ ഫൈൻഡ് മാസ് ഓഫ് ഓക്സിജൻ. മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 23.3%. അപ്പോൾ 23.3/100 എത്രയിലെ? എയർ എത്ര? 1 കിലോ ആണ്. അപ്പോൾ 1 കിലോഗ്രാമിലെ 23.3% ഓക്സിജൻ ഉള്ളത്. അതെത്രയാണ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി 1 ആണ്. സോ ഇറ്റ് വിൽ ബി 0.233 kilograms. അതുപോലെ മാസ് ഓഫ് നൈട്രജൻ ക്യാൻ ബി ഫൗണ്ട്. എത്രയാ? 76.7% മീൻസ് 100 ഓഫ് 1 kilogram. 1 kilogram എയറിൽ. സോ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് 0.767 kilograms അല്ലേ. അപ്പോൾ 1 kilogram ടോട്ടൽ എടുത്താൽ അതിലെ 0.233 kilogram ഓക്സിജനും 0.767 kilogram നൈട്രജനുമാണ്. ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? എനിക്ക് ഡയറക്റ്റ് പാർഷ്യൽ പ്രഷേഴ്സ് കാണാം. കാരണം എന്താ? എനിക്ക് മാസ് അറിയാലോ, മാസ് വാല്യൂസ് അറിയില്ലേ? അറിയാം. അപ്പം ഞാൻ നേരെ പാർഷ്യൽ പ്രഷേഴ്സ് കാണാൻ പോവാണ്. ഐ നോ പി വി ഈക്വൽ ടു MRT. സോ പി ഈക്വൽ ടു M ഇൻറ്റു RT ബൈ വി. പി ഈക്വൽ ടു MRT ബൈ വി. അതിൽ R എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ മാറ്റാം. ഓരോന്നിൻ്റെയും R കാണുന്നതിന് പകരം എന്ത് ചെയ്യാം? എനിക്ക് ആറിനെ എങ്ങനെ എഴുതാം? RU ബൈ മോളിക്കുലാർ വെയ്റ്റ് പിന്നെ ടെമ്പറേച്ചർ T ആൻഡ് വോളിയം V. ഈ ആറിനെ ഞാൻ RU ബൈ M ആക്കി. ഓക്കെ. ഇനി എനിക്ക് ഓരോന്നിൻ്റെ കാണാം. സേ പാർഷ്യൽ പ്രഷർ ഓഫ് സേ ഐ എം ഫൈൻഡിങ് ഓക്സിജൻ. ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? 0.233 kilograms. ഇൻറ്റു RU ഈസ് 8.314 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. ആ കിലോ ടേം ഒഴിവാക്കണമെങ്കിൽ ഇൻറ്റു 10⁻³ എന്ന് ചെയ്താലും മതി. ഓക്കെ. ഇപ്പം ഞാൻ ഇവിടെ 10⁻³ ഇട്ടു. അപ്പോൾ കിലോ ജൂൾസ് പെർ കിലോഗ്രാം മോൾ കെൽവിനിലെ കിലോ ഉള്ള ടേം പോയിക്കണം കേട്ടോ, അത് യൂണിറ്റിൽ ഉണ്ടാവില്ല. ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് 20 degrees Celsius, ദാറ്റ് ഈസ് 293 ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 32 ഇൻറ്റു വോളിയം എത്ര ക്വസ്റ്റ്യനിൽ തന്നത്? ഇറ്റ് ഈസ് 0.35. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഈസ് അറൗണ്ട് 5. ഞാനിതിനെ ബാർസിലേക്ക് കണക്കാക്കട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി സംതിങ് ലൈക്ക് ഈക്വൽ ടു 5068 സംതിങ് ലൈക്ക് ദാറ്റ്. ദിസ് മച്ച് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും. ഓക്കെ. അപ്പം ഞാനിതിനെ ബാർസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁵ ആണ്. 1 2 3 4 5. സോ ഇറ്റ് വിൽ ബിക്കം 0.5068 അപ്രോക്സിമേറ്റ്ലി ദിസ് മച്ച് ബാർ. എനിക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കിട്ടി.
ഓക്കെ, അപ്പോൾ ഇനി ഞാനിവിടെ 10⁵ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ എനിക്ക് ഇക്വേഷനിൽ തന്നെ വേണമെങ്കിൽ ബാർസിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 10⁵ തന്നെ എന്ത് ചെയ്യാം, എനിക്ക് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. സോ അടുത്തതിന് നമുക്ക് അങ്ങനെ നോക്കാം. സോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കണ്ടു. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ N2യുടെ വെയിറ്റ് എത്രയാണ്, 0.767 ഇൻറ്റു 8.314 ഇൻറ്റു 10⁻³ ഇൻറ്റു 293 ഡിവൈഡഡ് ബൈ നൈട്രജൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഈസ് 28 ഇൻറ്റു 0.35. ആൻഡ് ഞാൻ ഈ യൂണിറ്റ് ബാർ തന്നെ ആക്കാൻ വേണ്ടി ആദ്യമേ 10⁵ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ആൻഡ് ഫൈനൽ ആൻസർ ഐ വിൽ ഗെറ്റ് ഈസ് 1.9065 ബാർ. ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നിങ്ങൾക്കിപ്പോൾ ചെറിയ ചേഞ്ചിൽ 1.934 ഒക്കെ കിട്ടിയാലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഫസ്റ്റ് മെയിൻ ഡിജിറ്റും അതുപോലെ ഡെസിമലിന് ശേഷമുള്ള കഴിയുന്നതും ആദ്യത്തെ 2 ഡിജിറ്റ് സെയിം ആക്കിയ നല്ലത്. ഓറൽസ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റത്തെ ഡിജിറ്റെങ്കിലും കറക്റ്റായിട്ട്, ഡെസിമലിന് ശേഷമുള്ള ഫസ്റ്റത്തെ ഡിജിറ്റെങ്കിലും കറക്റ്റായിട്ട് വരണം. ചിലപ്പോൾ നമ്മളിവിടെ 0.767 പകരം നിങ്ങൾ 0.77 എന്ന് റൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ 0.76 പകരം 0.8 എന്ന് എടുത്തൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒക്കെ ചേഞ്ചസ് വരാം. അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. ആൻഡ് നൗ ലാസ്റ്റ് വൺ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡിൻ്റെത് എത്രയാണ് പറഞ്ഞത്, 0.4 kilograms ആണ്. സോ 0.4 kilogram ആണ് കാർബൺ മോണോക്സൈഡിന് പറഞ്ഞത്, ഇൻറ്റു 8.314 ഇൻറ്റു 10⁻³ ഇൻറ്റു 293 ഡിവൈഡഡ് ബൈ കാർബൺ മോണോക്സൈഡിൻ്റെ വെയിറ്റ് എത്രയാണ് വരിക, കാർബണിൽ ഇവിടെ 16 ഉണ്ടാവും, ഓക്സിജന് 12 ഉണ്ടാവും കാർബണിന്. സോ 6, 7, 8 ദാറ്റ് ഈസ് 28 സിമിലർ ടു നൈട്രജൻ അല്ലേ, ഇൻറ്റു 0.35 ആൻഡ് യൂണിറ്റ് ബാർസ് ആക്കാൻ ഡിവൈഡ് ബൈ 10⁵. ആൻഡ് ഇഫ് ഐ എം കാൽക്കുലേറ്റിംഗ് ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.9943 ബാർ. ഓക്കെ, സോ എനിക്ക് ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ കിട്ടി. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. They have asked us to find the partial pressure of each component. രണ്ടാമത്തത് ഡയറക്റ്റ് ആണ്, ടോട്ടൽ പ്രഷർ. അപ്പോൾ ഡാൽട്ടൺസ് ലോ പ്രകാരം ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ആണ് അല്ലേ, പാർഷ്യൽ പ്രഷർ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ആണ്. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 0.5068 ബാർ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് ഈസ് 0.9943 ബാർ, ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഈസ് 1.9065 ദിസ് മച്ച് ബാർ. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ pressure of the mixture is 3.4076 bars. Okay, so we have done around I think 3 to 5 problems around, we have solved it. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം മാത്രം നോക്കി നിൽക്കരുത്, അത് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സ്പെസിഫിക് ഹീറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാം, പ്രഷർ റേഷ്യോ വെച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കാം, വർക്ക് ഡണ്ണിൻ്റെയും ഹീറ്റിൻ്റെയും ഒക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ഇതിൽ അനന്തമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ എങ്ങനെ പഠിക്കുന്നില്ല, നിങ്ങളത് കുറച്ച് പ്രോബ്ലംസ് സ്വയം ചെയ്ത് നോക്കി ഇതിൽ മറ്റുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ 2-3 പ്രോബ്ലംസ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത പ്രോബ്ലം അല്ലാതെ നിങ്ങളടുത്ത് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കോ റെഫറൻസ് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ ഓൾറെഡി സോൾവ് ആയ പ്രോബ്ലം ആണെങ്കിൽ നല്ലത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ഒരു ബുക്കും കൂടെ, ഒരു ഹെൽപ്പിംഗ് ഹാൻഡും കൂടെ ഉള്ളത് നന്നായിരിക്കും. അങ്ങനെ നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഐ എം വൈൻഡിങ് അപ്പ് ദ വീഡിയോ ഹിയർ. സോ മൈ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു ഈസ് ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും ഈ ഒരു കുറച്ച് ന്യൂമറിക്കൽസ് മാത്രം ബേസ് ചെയ്ത് പോകരുത്. നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ന്യൂമറിക്കൽസ് ചെയ്യുക. എസ്പെഷ്യലി യൂണിവേഴ്സിറ്റിയിൽ വന്ന മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ഈ ഒരു മൊഡ്യൂളിലോ അല്ലെങ്കിൽ ടോപ്പിക്സിനോ റെഫർ ചെയ്ത് വന്നിട്ടുള്ള മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പ്രോബ്ലംസ് ട്രൈ ഔട്ട് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് ഫൈനലി ഇൻ എക്സാം യു ക്യാൻ ഡു വണ്ടേഴ്സ്. So that's all for this video. Thank you.